താളിയോലയിൽ എഴുതുന്ന നാരായൺ. ഇത് ജയ്പൂർ ചക്രവർത്തിയുടെ ഒരു മുദ്രയാണ്, രാജമുദ്ര. ഇത് മുഴുവൻ രേഖകളാണ്, താളിയോല ഗ്രന്ഥങ്ങളാണ് രേഖകൾ. ഇത് രാജാക്കന്മാർ ദൂത് അയച്ചിരുന്ന, കുതിരപ്പുറത്ത് ദൂത് ഇങ്ങനെ തുറന്നിട്ട് ദൂത് അയച്ചിരുന്ന ഒരു സാധനമാണ്. ഇത് താളിയോല ഗ്രന്ഥത്താൽ എഴുതപ്പെട്ട രാമായണം. ഇതിൽ നിന്ന് വിവർത്തനം ചെയ്ത പുസ്തകങ്ങൾ മാത്രമേ ഇന്നുള്ളൂ. ഇത് മാന്ത്രിക ഗ്രന്ഥങ്ങളാണ്. ബെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കട്ടപ്പനയിൽ നമ്മൾ വന്നിരിക്കുകയാണ്. കട്ടപ്പനയിലെ കുറച്ച് നല്ല നല്ല വ്യത്യസ്തമായ വീഡിയോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു മ്യൂസിയമാണ് നമ്മൾ നമ്മുടെ കടപ്പുറയിൽ കാണുന്ന നമ്മുടെ ടോമീസ് മ്യൂസിയം. ഒരു വെറൈറ്റി ഒരു സംഭവം തന്നെയാണ്. നമുക്ക് അകത്തോട്ട് കയറിയിട്ട് സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ അളിയനുണ്ട്. അളിയ സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് കട്ടപ്പനയിൽ നിന്ന് 3 കിലോമീറ്റർ വള്ളക്കടവ്, വള്ളക്കടയിൽ നിന്ന് 2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ തൂങ്കുഴിയിലാണ് ഈ മ്യൂസിയം. ഓക്കെ, അപ്പം ബാക്കി വിശേഷമൊക്കെ നമുക്ക് അകത്തോട്ട് കയറി കാണാം കേട്ടോ. നമ്മുടെ മ്യൂസിയം, ഇവിടെ സംഭവങ്ങൾ കണ്ടോ, തേന, കുടുംബളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഒറിജിനൽ ഐറ്റം സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഇവിടെ നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെ കുറച്ച് രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏലത്തിൻ്റെ കൃഷിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെടികളും സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു കണ്ടോ. ഇവിടെ താഴെ ഏലക്കയൊക്കെ റെഡി പാകമായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നല്ല കണ്ടോ പൂവൊക്കെ. ഇവിടെ കടയൊക്കെ ഉണ്ട്, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ കട സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പ്രവേശനം പാസ് മൂലം മ്യൂസിയത്തിൽ പ്രവേശിക്കുന്ന സാധനങ്ങൾ കേരള. ഇവിടെ കുറച്ച് ഡോഗൊക്കെ ഉണ്ട്. അമ്മമാരിവിടെ ഭയങ്കര വെള്ളം. മീൻകുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ഇഷ്ടം പോലെ മീനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന്, ആ പെരയ്ക്കകത്തുനിന്ന് വരുന്ന വെള്ളം അതുവഴി വന്ന് ഇങ്ങോട്ട് വീഴുന്നത് വേണ്ട മീൻ. അതിൻ്റെ ഇത് കുറേ സെക്ഷൻ ആയിട്ട് വരും കൂട്ടത്തോടെ. ഈ കൃഷി നനയ്ക്കണേ, അത് മരുന്ന് കംപ്ലൈൻറ്റ് വന്നു, നേരെല്ലാം പോയി. അത് മീനിന്റെ ഏറ്റവും രുചിയുള്ള ദേവരായെന്ന് പറയും. അത് ബെസ്റ്റിനൊക്കെ പ്രദർശിപ്പിക്കുന്ന സാധനം അത്. അതുപോലെ ഇങ്ങ് വരണം, ഒരുപാട് ഉണ്ടെന്ന് കയറി വരണം. അതാണ് നമുക്കത് കാണാൻ പറ്റുന്നില്ല. അതാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, അതിന്റെ ഡിസൈൻ കണ്ടോ, നമ്മുടെ ഇലയ്ക്ക് എന്നാ ഡിസൈൻ ഉണ്ടോ അതുപോലെ തന്നെ ആ പേരയ്ക്കാക്കി. ഇത് ഇതൊന്നും പൂക്കും കേട്ടോ. ഇതങ്ങോട്ട് ഇതിപ്പോ ഒരു സെക്ഷൻ അങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ സെക്ഷൻ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അങ്ങ് പൂക്കും. ഇവിടെ പിടിപ്പിച്ചത് ഇന്തോനേഷ്യയിലെ സാധനം. ഇന്തോനേഷ്യ, വിയറ്റ്നാം, പല രാജ്യങ്ങളുണ്ട്. അതിന്റെ കാലയിലെ തൊപ്പി കണ്ടോ, കാലയിലൊക്കെ കണ്ടോ, അലങ്കാരക്കോഴിയാ. അത് ഒരുപാട് സൈസ് ഉണ്ടായിരുന്നു, മുഴുവൻ നിർത്തിക്കും. അതിന്റെ തൂവല് അതിന്റെ കണ്ടോ നല്ല പഞ്ഞി പോലെ പക്ഷികളുടെ കൂട്ടാണ്. അതിന്റെ പൂവന്മാർക്ക് ഭയങ്കര സൗന്ദര്യം. ചെറിയ ഗ്യാപ്സ് കണ്ടോ കിടക്കുന്നുണ്ടോ, ഉണ്ടോ, ഇതുണ്ടോ, വലിപ്പമുള്ള ഗ്യാപ്സ് കണ്ടോ കിടക്കുന്നുണ്ടോ. നമ്മുടെ ടോമിച്ചേട്ടൻ്റെ മ്യൂസിയമാണ്. അപ്പം നമ്മളിവിടെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം ടോമിച്ചേട്ടനോട് നമുക്ക് ചോദിക്കാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണ്, ഇത് തുടങ്ങാനുണ്ടായ കാരണങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു. ഇത് തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് ചെറുപ്പം മുതലേ പുരാതനമായ രാജാക്കന്മാരുടെ കാലത്തെ വസ്തുക്കളോടും ഒക്കെ വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു. എനിക്ക് ഒരു കടയുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ കുറേ ചെമ്പുനാണയം സൂക്ഷിച്ചു വെച്ചു. ആ ചെമ്പുനാണയം സൂക്ഷിച്ചിട്ട് അതിൽ നിന്ന് വന്ന ഒരു ആകാംക്ഷയിലാണ് ഞാൻ ഈ പുരാവസ്തുക്കൾ ശേഖരിക്കാനും മ്യൂസിയം ഉണ്ടാക്കാനും, അങ്ങനെ ജനങ്ങൾ ഒരുപാട് വന്ന് കാണാനും, ചാനലുകാർ ഒരുപാട് എടുത്ത് ഒത്തിരി ആൾക്കാർ കാണുവാനും ഇതിനു മുമ്പും ഇതുപോലെ ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ട്. ഒരുപാട് ജനങ്ങൾ ഇത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ
ചാർജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിയമപരമായ ഒരു ചാർജൊന്നുമില്ല. എന്നാലും നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൻ്റെതായ ഒരു പൈസ അങ്ങനെ ഒരു രീതിയെ വാങ്ങിക്കുന്നുള്ളൂ. കൂടുതൽ ചാർജൊന്നും വാങ്ങിക്കുന്നില്ല. അത് മാത്രമല്ല, എൻ്റെ ഈ മ്യൂസിയത്തിലുള്ളത് എഴുതി വെച്ച ആൾക്കാർ കാണുക എന്നുള്ളതല്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ഏത് കാലത്ത് ഏത് രാജ്യത്തിൻ്റെ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ വരും. കുട്ടികൾ പഠിക്കാൻ വരും. ഞാൻ അവർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് കൂടുതൽ മാർക്ക്, തോറ്റു പോകുന്ന കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും. അങ്ങനെയൊക്കെ അറിവും കൂടെ പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് സംഭവം എന്നുള്ളതും എവിടെ നിന്ന് കിട്ടി അതിനെക്കുറിച്ചൊക്കെ വിവരിച്ച് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ജസ്റ്റ് കണ്ടു കേട്ട് പോവല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടേ പോകത്തുള്ളൂ. അത് അതിന്റെ പുരാതനത്വം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അത് പിടിപ്പിച്ചേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്പീക്കർ അപ്പോഴാണ് ഇരിക്കുന്നത്. സ്പീക്കർ അവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്ക് ആ പുരാതനത്വം നിലനിർത്തുന്നത് നമുക്ക് കോളാൻ തന്നെയാണ്. ഇവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വേണം മുകളിലേക്ക് കയറി പോകാൻ വേണ്ടി. പഴയ നമ്മുടെ ബോക്സ് ഒക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ ബി നിലവറ തുറക്കാൻ പോവാണ് അല്ലേ ചാ? അവിടെ നമ്മുടെ കട്ടപ്പനയുള്ളവരൊക്കെ വന്ന് കാണേണ്ട ഒരു മ്യൂസിയം തന്നെയാണ് കേട്ടോ. കണ്ട സംഭവമൊക്കെ പാട്ടുപെട്ടി. ഇത് കൂണല്ലേ? അത് കൂണ, മരത്തിന്റെ കൂണ. മരത്തിന്റെ കൂണ. അത് കരകൗശല വസ്തുക്കളാണ്. ഇത് അവിടുത്തെ എഡ്യൂക്കേഷൻകാർ ചാനലുകാരുടെ അപ്പുറത്തെ കോട്ടയം പത്രാധിപരുടെ മറ്റേ അത് സ്റ്റാമ്പ്, എൻ്റെ ഫോട്ടോ പതിച്ച് സ്റ്റാമ്പ് അടിച്ചതാണ്. ഗ്രാമഫോണ്. ഇത് പണ്ട് അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പാട്ട് റിക്കാർഡ് പ്ലെയർ. റിക്കാർഡ് പ്ലെയർ റേഡിയോയും കൂടെ കൂടിയതാണ്. റേഡിയോയും ഒക്കെ റിക്കാർഡ് പ്ലെയറും. ഇത് നമുക്ക് എക്സ്ചേഞ്ച് വെച്ചിരുന്ന ഫോൺ മുതൽ ആദ്യകാലത്തുണ്ടായ ഫോണുകളൊക്കെയാണ് ഇതൊക്കെ. ലാൻഡ് ഫോണുകൾ. ഇത് എക്സ്ചേഞ്ച് വെച്ചിരുന്ന ഫോണാണ്. ഒത്തിരി വയറ്, മറ്റേ 2 പേരല്ലേ കാണുള്ളൂ. ഇങ്ങനെയുള്ള പലതരം ഫോണുകളാണ്. ഇത് ആദ്യകാലത്തെ സ്വിച്ച്, കറണ്ട് സ്വിച്ച്, ആദ്യം ഇറങ്ങിയ കറണ്ട് സ്വിച്ച്. ഇതിന്റെ മണ്ടയിൽ ഒരു കവറിങ് ഉണ്ടായിരുന്നു, അത് പോയി. അത് കഴിഞ്ഞ് ഇറങ്ങിയ സ്വിച്ചാണ് ഇത്. ഇത് ഒച്ച മഹാരാജാവിന്റെ ഈ വയറ്, പണ്ടത്തെ അസംബ്ലി ഒക്കെ ചെയ്യുന്ന, റേഡിയോ അസംബ്ലി ചെയ്യുന്ന വയറുകൊണ്ട് നെയ്ഞ്ഞ ഒരു കൊട്ട. ഇത് പകിട. ഇത് ലെൻസ് എന്ന് പറഞ്ഞാൽ ഇത് വൈരക്കല്ല്, അതുപോലെ നാണയങ്ങൾ, പഴയ നാണയങ്ങൾ ഒക്കെ ഉള്ള സൂക്ഷ്മമായിട്ട് നോക്കുന്ന വസ്തുക്കളാണ്. ഇത് കമ്മലുണ്ടാക്കുന്ന അച്ച്. കമ്മലിന്റെ അച്ച്. ആ കമ്മലിന്റെ അടിച്ച് ഇലക്കമ്മല, പൂക്കമ്മല, അതിനകത്ത് സ്വർണ്ണം ഉരുക്കി ഒഴിച്ച് പതിച്ചെടുക്കുക. ഇപ്പൊ മുഴുവൻ മെഷീനായി. അന്ന് കൊത്തുപണികളാണ്. ഇത് പഴയ ലാമ്പ്. ഇത് അമേരിക്കൻ നേവിയുടെ, ഇപ്പൊ അത് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയും. അന്ന് കപ്പലോട്ടി യന്ത്രം എന്നാണ് പറയുന്നത്. കപ്പലോട്ടികൾ ഉപയോഗിച്ചിരുന്നതാണ്. അമേരിക്കൻ നേവിയുടെയാണിത്. അത് മാത്രമല്ല, അത് ഓടിക്കഴിയുമ്പോൾ അത് വൈരക്കല്ലാണ് അത് ദശ നിൽക്കുന്നത്. അത് ഏത് രാജ്യത്തോട്ട് വേണേലും തിരിച്ചുവിടാനുള്ള അതിന്റെ പുറത്ത് അതിന്റെ ഇതും കൂടെ ഉണ്ട്. കണ്ടോ? കാണോ? ചെറുതായിട്ട് എഴുതുന്നത്. അത് ഓരോ രാജ്യത്തിൻ്റെ ഉണ്ട്. ദശ അങ്ങനെയാണ്. അത് ഇതും അതുപോലെ തന്നെയാണ്. ഇത് ചലിക്കുന്നതാണ്. അതങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് മറ്റേ കൃത്യമായിട്ട് വടക്കോട്ട്. ഇത് വളരെ പ്രത്യേകമായ ഒരു വാളാണ്. ഇത് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന വാളാണ്. സ്ത്രീകൾ എന്നാൽ അതിൻ്റെ മുട്ട് പഞ്ചലോകം. ഇത് സാധാരണ സ്ത്രീകളുടെ കൈ മാത്രമേ, ചെറിയ കൈ മാത്രമേ കൂടിനകത്ത് കിടക്കത്തുള്ളൂ. സാധാരണ പുരുഷന്മാർ ഉപയോഗിച്ചിരുന്ന വാളല്ല അത്. പുരുഷന്മാർ ഉപയോഗിച്ചിരുന്ന വാളിതാണ്. അത് പല ലോഹങ്ങളാൽ നിർമ്മിതമായിട്ട്, അതിപ്പോൾ നമ്മളിപ്പോൾ 2-3 വർഷമെങ്കിലും അവിടെ ഒന്ന് തേച്ച് കഴിഞ്ഞിട്ട് വരും. കഴിക്കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ല ഒത്തിരി ലോഹം തിളക്കം വരും. ഇത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരു സാധനമാണ്. പൂജ പോലെ ഒരു സാധനം. അതിൻ്റെ പേരെന്തോ ഉണ്ട്, അത് ഞാനത് മറന്നുപോയി. ഇത് കാസ്ട്രോ സെർട്ടൊക്കെ വലിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇതും അത് തന്നെയാണ്. ഇത് കടാവിളക്ക്. ഇത് പണ്ട് ബാങ്കിലൊക്കെ ഈ അന്ന് കമ്പ്യൂട്ടറൊക്കെ വരുന്നതിന് മുമ്പ് നോട്ട്, കള്ളനോട്ടൊക്കെ നോക്കുന്നത്, അത് 2 ലെൻസ് അതിങ്ങനെ അത് പൊക്കിക്കഴിഞ്ഞാൽ മേളിലോട്ട് പോകും. എന്നിട്ട് അതിനടിയിലോട്ട് ഇങ്ങനെ കയറ്റി വിടും നോട്ട്. അപ്പോൾ അത് മേളിൽ നല്ല എന്തെങ്കിലും ഒരു ചലന വ്യത്യാസം വന്നാൽ നല്ല വലുപ്പത്തിൽ തെളിഞ്ഞ് കാണും. അങ്ങനെ ഒരു 75 വർഷം പഴക്കം കാണും അത്. ഇതൊക്കെ ഫ്ലവറുകളാണ് കേട്ടോ. ഇത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെയാണ്. കൊച്ചി അല്ല, തിരുവിതാംകൂർ 1ാം രാജാവ് 2ാം രാജാക്കന്മാരുടെ കാലത്തെ മുദ്രപത്രങ്ങളാണ്. ഇത് 1ാം രാജാക്കന്മാർ 2ാം രാജാക്കന്മാരുടെ കാലത്തെ മുദ്രപത്രങ്ങളാണ്. അതിവിടം വരെ അങ്ങോട്ട് എടുക്കുക. അത് മാത്രം. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടം വരെ ഞാൻ പറയാം.
ഇതിനൊക്കെ പുറകോട്ടുള്ള പത്രങ്ങളുണ്ട്, അത് ഇങ്ങോട്ട് വരണം. ആ, ഇത് പല രാജ്യത്തിൻ്റെ നോട്ടുകളാണ്. സൗദി അറേബ്യ, അതുപോലെ ശ്രീലങ്ക, ഒമാന്, കുവൈറ്റ്. അതിലെ പ്രധാനപ്പെട്ട നോട്ട് നമുക്ക് ഇതിനകത്തിനാണ് നോട്ട്. ഇത് പാകിസ്ഥാൻ്റെ നോട്ട്, ജിന്ന. പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവായിരുന്ന ജിന്നയുടെ നോട്ട്. ഇതങ്ങനെ കിട്ടാൻ അപൂർവമാണ്, ജിന്നയുടെ നോട്ട്. ഇതൊക്കെ അമേരിക്കൻ ഡോളറുകളാണ്. ഇത് പഴയ 10 രൂപ, 5 രൂപ നമ്മുടെ നോട്ടുകളാണ്. 1 രൂപ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഇത് താളിയോലെ കൊടുത്ത പട്ടയം. ഇത് പട്ടയമാണ്. ദിവാൻ പട്ടയം കൊടുക്കുമ്പോൾ അന്ന് ദിവാൻ ഒപ്പ് വെക്കണം. ഇതാണ് ദിവാൻ്റെ ഒപ്പ്. ദിവാൻ അന്ന് ദിവാൻ ഒപ്പ് വെച്ചാൽ അത് രാജമുദ്ര. ഇത് രാജമുദ്ര. സംഘം ഇതുണ്ട്, ഇത് രാജമുദ്ര. അന്ന് ഈ ഓലകളിലായിരുന്നു, ഓലകളെ ചെമ്പോല, താളി ഓലകളിലായിരുന്നു ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത്. തമിഴുള്ളതുണ്ട്, മലയാളമുണ്ട്, തമിഴുള്ളതുണ്ട്. പാലക്കാടൊക്കെ അന്ന് തമിഴിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. നമുക്ക് അങ്ങോട്ടും തിരിച്ചതല്ലേ. ഇത് വളരെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ്. ഇത് ബ്രിട്ടീഷ് രാജാക്കന്മാരുടെയാണ് ഇതൊക്കെ. ഇത് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന വിക്ടോറിയ രാജ്ഞി ഇന്ത്യ ഭരിച്ച കാലത്തെ അവരുടെ കാലത്തെ മുദ്രപത്രമാണ്. വോട്ട് ചെയ്തതിൻ്റെ മുദ്രയാണ്. നമ്മുടെ മുദ്ര. അതും കൂടെ ഇതുണ്ടോ, ഇതൊക്കെ അവരുടെ പത്രങ്ങളാണ്. ഇത് മദ്രാസിൻ്റെയാണ്. ഇത് മദ്രാസിൽ എഴുതപ്പെട്ടതല്ല. ഇതൊന്നും മലയാളമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് മലയാളമാണ്. അത് എഴുത്തുണ്ടോ. അപ്പം നമ്മൾ അത് വിക്ടോറിയ രാജ്ഞിയുടെ കാലം മുതലുള്ള മുദ്രപത്രങ്ങൾ കണ്ടു. എന്നാൽ ഇന്ത്യ ഇറക്കിയ ആദ്യത്തെ പൈസകളാണ് 50 പൈസയുടെ മുദ്രപത്രം. 50 പൈസ. 25 പൈസയുടെ മുദ്രപത്രം ഇതിനകത്ത് എവിടെയുണ്ട്. 1 രൂപയുടെ മുദ്രപത്രം ഉണ്ടോ. അതിൻ്റെയൊക്കെ വില ഉണ്ടോ. ഇന്നാണ് ഇതൊരു 500 രൂപയുടെ ഒരു മതിപ്പില്ലേ 50 പൈസയുടെ മുദ്രപത്രം. അതാണ് അതിൻ്റെ ആ ഇത് റേഡിയോയുടെ ലൈസൻസാണ്. ഓർക്കുന്നുണ്ടോ? അറിയാമോ? ഇത് 1979-80 കാലഘട്ടങ്ങളിൽ ഒരു റേഡിയോ വെക്കണമെങ്കിൽ ലൈസൻസ് വേണം. അത് 15 രൂപ പോസ്റ്റ് ഓഫീസിൽ അടച്ച് വർഷം അടയ്ക്കണം. ഇല്ലെങ്കിൽ അത് നിയമപരമായിട്ട് അവർക്ക് കേസ് എടുക്കാം. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് ഇത് അണകളൊക്കെ വേറെ ഉണ്ട്. ഇത് ഈജിപ്തിലെ അവിടുത്തെ ഒരു ആൽബമാണ്. 9 നാണയങ്ങളും അവിടുത്തെ പിരമിഡ് അങ്ങനെയുള്ള വസ്തുക്കളുടെ ഒരു ആൽബം. ഇസ്രയേലിലൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാർ കൊണ്ടിരുന്ന അങ്ങനെ കൊണ്ടുവന്നത്. ഇത് ഇവിടെ സ്റ്റാമ്പുകളാണ്. ഇത് പഴയ ക്ലോക്കുകൾ. ഓക്കെ, 8 വട്ടം ക്ലോക്കുകൾ. അതിൻ്റെയൊക്കെ പല്ലുകളായിരിക്കും. അതിൻ്റെ ചക്രങ്ങൾ അത് അങ്ങനെ അതിൻ്റെ നമ്മൾ കീ കൊടുക്കുന്ന വസ്തുക്കളാണ്. ഇത് പഴയ ബാൻഡ്. ഈ തമിഴ് പടത്തിലൊക്കെ കാണാം ഇങ്ങനെ MGRൻ്റെ ഇങ്ങനെ വായിക്കുന്ന ബാൻഡാണ്. ഇത് അരപ്പട്ട. മുസ്ലിം സ്ത്രീകൾ ഉപയോഗിക്കുന്ന അരപ്പട്ട. ഇത് പല രീതി. ഇത് ചെമ്പാണ്. സ്വർണ്ണ നൂല് കൊണ്ട് നെയ്യുന്നവരുണ്ട്, അതുപോലെ വെള്ളി നൂല് കൊണ്ട്. ഇത് വെള്ളിയാണ്. ഇത് പഴയ കൊല്ലനൊക്കെ അടിച്ചുണ്ടാക്കുന്ന താഴ്. ഇത് പണ്ട് കാലത്ത് സ്പൂണ്, ഓട് കൊണ്ടുള്ള സ്പൂണാണ്. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഈയം പൂശിയത്. ഇതുണ്ട് ഓടിൻ്റെ പുറത്ത് ഈയം പൂശി. ഇന്നത്തെ ഒരു സ്റ്റീൽ സ്പൂണാണ്. ഇത് തോടം കൊണ്ട് അറിയാമോ? അതൊക്കെ അറിയാം. തോടം അറിയാം. ഇത് ചുണ്ണാമ്പിൽ ചുണ്ണാമ്പെടുക്കുന്ന പാത്രമാണ്. ഇതിനകത്തൊക്കെ തുറന്നിട്ട് ചുണ്ണാമ്പ് ഇതിനകത്തിടും. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് കത്തി പോലെ ഒരു സാധനമാണ്. ഇത് ഊരി കഴിഞ്ഞാൽ അത് നല്ല മിനുസമാണ്. എന്നിട്ട് ചുണ്ണാമ്പ് ഇങ്ങനെ നമ്മൾ കയ്യെ തൂക്കും. അങ്ങനെ ഇത് വെറ്റിലച്ചല്ല. ഇത് കണ്ടിട്ടുണ്ടോ? ഓലക്കൂടെയൊക്കെ ചൂടി പോകുമ്പോൾ പുറയിൽ ഒരാൾ കണ്ടിട്ടില്ലേ? അത് തന്നെ സാധനം. അത് കോളാമ്പികൾ. ഈ വാൽമീകിമാരൊക്കെ കൊണ്ട് നടക്കുന്ന സുക്കൂട്ടൊരു പാത്രമാണ്. ഒരു മൊന്ത. പഴയ കാലത്തെ ഒരു സാധനമാണ്. ഇത് കുഴൽ, ക്ലാസ്, ലോട്ട. പണ്ട് പാല് മേടിച്ചിരുന്ന ക്ലാസ്സുകളാണ്. അത് മുഴുവൻ കൊന്തകൾ, പഴയ കിണ്ടി ക്ലാസ്സുകളാണ്. ഇത് ഓട് കൊണ്ടുള്ള ചീൻചട്ടി, കിണ്ണം. ഇതൊക്കെ അത് മണ്ഡലങ്ങളുടെ അടുത്തില്ല. അവിടെ വിള വന്നു. ഇത് വിളക്ക്. ഈ വിളക്കിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളികളിലോ അമ്പലങ്ങളിലോ വെച്ചിരുന്ന വിളക്കല്ല. ഇത് വീടുകളിൽ ഇല്ലങ്ങളിൽ വെച്ചിരുന്നാണ്. ഇങ്ങനെ കൈ പിടിച്ചെടുത്തുകൊണ്ട് വന്നാൽ അത് ഈ സെറ്റ് നമുക്ക് ഇവിടെ വരും. ഇതുവഴി ഊർന്നിങ്ങ് വരും. അത് ഇടയ്ക്ക് വെച്ച് നോക്കണേ. ഇതുണ്ടോ, സ്ക്രൂട്ട് മുറുക്കിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സൈഡിൽ വെട്ടം വേണേലും അങ്ങനെ അത് ചെയ്യാതെ. ഇതും അതുപോലെ ഒരു വിളക്കാണ്. ഇത് ഈ കപ്പ് മേലോട്ട് പൊങ്ങിട്ട് മുറുക്കാം. ഇത് പള്ളികളിൽ വെച്ചിരുന്ന പണ്ട് കാലത്ത് പള്ളികളിലുണ്ടായിരുന്ന ഒരു വിളക്കാണ്. പള്ളികളിൽ
ഇതൊക്കെ പഴയ വിളക്കുകളാണ്. ഇതൊക്കെ ഈ ജയിലറകളിലൊക്കെ സൂക്ഷിച്ചിരുന്ന വളരെ പുരാതനമായ വിളക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇത് നൂറ്റാണ്ടുകൾ പഴക്കം ചെല്ലും തോറും ഈ ഓട് ചുമപ്പ് കളറിലേക്ക് മാറും. അങ്ങനെ ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിയിടുന്നതാണ്, തിരിയിട്ട് മേലോട്ട് തൂക്കിയിടുന്നതാണ്. ഇതൊക്കെ തൂക്കുവിളക്കുകളാണ്. ഇത് നിലവിളക്കായിട്ട് മണ്ണെണ്ണ വിളക്കായിട്ട് ഉപയോഗിക്കുക ഈ വിളക്ക്. ഇത് പഴയ പുട്ടുകുറ്റി കൊടുക്കും. ഇത് മുഴുവൻ അമേരിക്കയുടെ നാണയങ്ങളാണ്. അമേരിക്ക മൊത്തം കേട്ടോ. ഇത് നമ്മുടെ പഴയ നാണയങ്ങളുണ്ട്. ഇത് അൽഫോൻസാമ്മയുടെ നാണയമാണ്. ഇത് 150 വർഷം പഴക്കമുള്ള ഖുറാൻ പാകിസ്ഥാനിൽ നിന്നും കൊണ്ടുവന്നതാണ്. പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നും കൊണ്ടുവന്നതാണ് അടുത്ത കാലത്ത്. എടുത്ത് കാണും. ഇതാണ് അത് പൊടിഞ്ഞു തുടങ്ങി ഉണ്ടോ. അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് അത് പൊടിയാൻ തുടങ്ങി. രണ്ടാമത് ഇത് മരത്തിൻ്റെ കറകൾ ഉപയോഗിച്ച് മഷിക്കൂട്ടുണ്ടാക്കിയ ബൈബിള്. ആദ്യകാലത്തെ കുരിശിൻ്റെ ഈ ആർസി മതത്തിൻ്റെ കുരിശിൻ്റെ ഇംപ്ലം ഇതായിരുന്നു. അത് കഴിഞ്ഞാണ് മറ്റ് രീതികളിലേക്ക് വന്നത്. ഇത് മരത്തിൻ്റെ കറകൾ ഉപയോഗിച്ച് മഷിക്കൂട്ടുണ്ടാക്കിയ ബൈബിളെന്ന് പറയുമ്പോൾ ഇത് 1000 വർഷം കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് മങ്ങിപ്പോകത്തില്ല. ഇത് അരമ്യ ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് മരത്തിൻ്റെ കറയാണെന്ന് പറയാൻ പതിയെ കൈ ഇങ്ങനെ ഓടിച്ച് തട്ടും. പതിയെ കൈ ഇങ്ങനെ ഒന്ന് ഓടിച്ച് പതിയെ ഓടിക്കണം. ഒരു തട്ടലുണ്ടോ? ഉണ്ടോ? കാരണം ആ കറയുടെ കട്ടി കേട്ടോ. ഈ ബൈബിളിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട പടങ്ങളുണ്ട്. കർത്താവ് മരിച്ചു കിടക്കുന്നതും അങ്ങനെയുള്ള പടങ്ങളോട് കൂടിയ ഒരു ബൈബിളാണ്. അത് അതിനകത്ത് കാണിക്കാം. പോയി കുറച്ച് ഭാഗങ്ങൾ ഇതൊക്കെ അങ്ങനെ ഒരു മെയിനായിട്ടുള്ളതുണ്ട്. ഇവിടുത്തെ അക്ഷരങ്ങളാണ്. ഇതുണ്ടോ? പിന്നെ ഇതിലും വലിയ അക്ഷരങ്ങൾ നമ്മളത് എടുത്തു നോക്കണമെങ്കിൽ അതുണ്ട്. ഇതൊക്കെ ചിലപ്പം സങ്കീർത്തനമൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നതായിരിക്കും. ഇതുണ്ടോ ഒരു പടം? ഇതുണ്ടോ? അന്നത്തെ ബൈബിളിനകത്ത് പടങ്ങളോട് കൂടിയുള്ളതായിരുന്നു. ഇത് താളിയോലയിൽ എഴുതുന്ന നാരായൺ. ഇത് ജയ്പൂർ ചക്രവർത്തിയുടെ ഒരു മുദ്രയാണ്, രാജമുദ്ര. ഇത് മുഴുവൻ രേഖകളാണ്, താളിയോല ഗ്രന്ഥങ്ങളാണ്, രേഖകൾ. ഇത് രാജാക്കന്മാർ ദൂത് അയച്ചിരുന്ന, കുതിരപ്പുറത്ത് ദൂത് ഇങ്ങനെ തുറന്നിട്ട് ദൂത് അയച്ചിരുന്ന ഒരു സാധനമാണ്. ഇത് താളിയോല ഗ്രന്ഥത്താൽ എഴുതപ്പെട്ട രാമായണം. ഇതിൽ നിന്ന് വിവർത്തനം ചെയ്ത പുസ്തകങ്ങൾ മാത്രമേ ഇന്നുള്ളൂ. ഇത് മാന്ത്രിക ഗ്രന്ഥങ്ങളാണ്. ഇതൊക്കെ മാന്ത്രിക ഗ്രന്ഥങ്ങൾ മരുന്നിൻ്റെയൊക്കെയാണ്. ഇത് ചെമ്പോലയാണ്. ചെമ്പോലയിൽ ഒരു മരുന്നിൻ്റെ എഴുതപ്പെട്ടിരിക്കുന്നതാണ്. ഇത് ഓല. രേഖകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ മടപ്പെട്ടി. ഇത് പഴയൊരു പെട്ടിയാണ്. ഇതൊക്കെ മണ്ണെണ്ണ വിളക്കാണ് ഇതൊക്കെ. മുഗൾ രാജാക്കന്മാരുടെ, ഇത് സോള രാജാക്കന്മാരുടെ കാലത്ത്. ഇത് ടിപ്പു സുൽത്താൻ്റെ. ഇത് തിരുവിതാംകൂർ രാജാവിൻ്റെ അണകൾ. ആദ്യം ഇറങ്ങിയ 5 രൂപ വെള്ളി നാണയം. നമ്മുടെ ജോർജിയ രാജാവിൻ്റെ അങ്ങനെയുള്ള ഓട്ടക്കാരന് അങ്ങനെയുള്ളത്. ഇത് 50 രാജ്യങ്ങളിലെ അമേരിക്കയിലെ ചെമ്പ് നാണയ സഹിതമുള്ള 50 രാജ്യത്തെ നാണയമുണ്ട്. ഈ കറുപ്പൊക്കെ വലിക്കുന്ന കുക്കയാണ് ഇത്. പിന്നെ റോസ് ഉണ്ടായിരുന്നു, നമുക്ക് കിട്ടിയില്ല. അത് സായിപ്പന്മാർ കഴിക്കുന്ന ഗുഡാക്ക്. സിനിമയിലൊക്കെ ഉണ്ടല്ലേ ഗുഡാക്ക്. കുക്കൊക്കെ ഇട്ട് വലിക്കുന്ന സാധനം അല്ലേ? ഇത് 350 വർഷം പഴക്കമുള്ള പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തെ ഒരു സബ്കാരി ഓസ്തി വെച്ചിരുന്നത്. അതന്ന് ഈ ക്രിസ്ത്യാനികൾ കുറവായതുകൊണ്ട് അന്ന് ഈ കാസല്ല, ഇതുപോലെ ചെറിയ പാത്രത്തിലായിരുന്നു വെച്ചിരുന്നത്. ഇത് ഇഴമാണ്. ഇത് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഒരു വാർപ്പാണ്. ഇത് ശംഖുമുദ്ര. ഇത് പലതരം ദ്രവ്യങ്ങളുണ്ട്, ഈയം അങ്ങനെയുള്ള മറ്റ് വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഒരു ഫോണാണ്. ഇത് സായിപ്പന്മാർ പട്ടാളക്കാരൊക്കെ ഈ മരുഭൂമിയിൽ കൂടെ ഒട്ടകപ്പുറത്ത് വെള്ളം കുടിക്കുന്ന ആ സാധനമാണ്. ഇത് കണ്ട ഒരു നാഴി പോലെ തോന്നും. ഇത് നാഴിയരുത്, പീരങ്കിക്കകത്തു നിന്ന് പോകുന്ന പെല്ലറ്റാണ്. ഇത് അത് എഴുതിയിട്ടുണ്ട്. 1966 കണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇന്ത്യ പാക് യുദ്ധകാലത്ത് അത് വെടിവെച്ചതാണ്. അത് പൊട്ടിപ്പോലെ വളരെ വലിയുള്ള വളരെ പലതരം ലോഹങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതാണ്. അതൊരു നല്ല വെയിറ്റ് ഉണ്ട്. ഇതൊരു വിളക്കാണ്, മണിയൊക്കെയുള്ള സർപ്പത്തിന്റെ ഇതുള്ള വിളക്കാണ്. ഇത് വലിയ വാർപ്പ്. ഇത് പണ്ട് അമ്പലങ്ങളിലൊക്കെ പായസം വെച്ചിരുന്ന വലിയ വാർപ്പാണ്. ഇത് 60 കിലോ തൂക്കം വരും. ഇത് പഴയ മുട്ടുവിളക്ക്. ഇത് മുട്ടിനിയുണ്ട്. ഇത് പൊക്കപ്പുറ നമുക്ക് ഓരോ മുട്ടും അഴിച്ച് മാറ്റി പൊക്കത്തിനനുസരിച്ചുള്ള അതിന് മേലോട്ട് ചങ്ങലയിട്ട് കൊടുക്കും, മറിഞ്ഞു പതിക്കും. ഇത് പഴയ മുട്ട 80 വർഷങ്ങൾക്ക് മുമ്പുള്ള മുട്ട. ഈ 80 വർഷങ്ങൾക്ക് മുമ്പുള്ള മുട്ട ഇങ്ങനെയാണ് വരുന്നത്, അടിയിൽ നിന്ന് വലുതായിട്ട് മേലോട്ട് രക്ഷതായിട്ട്. ഇതൊന്ന് താഴോട്ടാണ് വരുന്നത്. ഇത് പഴയ ചെമ്പ്, പഴയ വേറത്തിനൊക്കെ മരുന്നടിക്കുന്ന പമ്പ്, ഒറ്റ വെട്ടിട്ട് തോളയിട്ട് കൊണ്ടുപോകുന്ന പഴയ ട്രങ്ക് വെട്ടി. പഴയ ഒരു TV പിക്ചർ ട്യൂബൊക്കെ ചർക്ക. അത് ഗാന്ധിജിയുടെ കാലത്തെ ചർക്കയല്ല, അത് 150 വർഷം പഴക്കമുള്ള ചർക്കയാണ്. അത് പട്ടുനൂലാണ് ഈ കിടക്കുന്നത്. അത് നെയ്താണ്, നൂലാണ് ആയിരിക്കുന്നത്. അതിന്റെ ശിഷ്ടങ്ങൾ എല്ലാം നിരത്തി വെച്ചിട്ട് അത് അവത്തെ പിടിച്ച് കറക്കി, അത് അവസാനം ചക്രം കറങ്ങുന്ന പോലെ അത് കറങ്ങും. ഇത് അത് നെയ്ത്തന്ത്രം. നൂലുരുട്ടി വന്നാൽ ഇത് നെയ്യുന്ന യന്ത്രം, നെയ്ത്തന്ത്രം. ഇത് പോസ്റ്റ് ഓഫീസിൽ പണ്ട് കാലത്ത് ആൾക്കാർ മരിക്കും അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് കമ്പി അടിക്കുക, ടെലിഗ്രാം അടിക്കുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ആ മെഷീനാണ്. അത് ശബ്ദ തരംഗങ്ങളാണ്. അത് പറഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. അത് മണിയാണ്, ബെല്ലാണ്, ശബ്ദങ്ങളായിട്ട് ബെല്ല് വരികയാണ്. അത് പഴയ ടൈപ്പ് യന്ത്രം, ഇരുമ്പ് കൊണ്ടുള്ളത്. ഇപ്പൊ മറ്റേ നമ്മുടെ ഫൈബർ ആയിരുന്നു, മാറിപ്പോയില്ല. ഇത് വിദേശ ത്രാശാണ്. ഇത് ഒരു ഫോണാണ്. ഇത് എനിക്ക് തന്നയാളെ അതിൻ്റെ സാങ്കേതിക വിദ്യ തന്നിട്ടില്ല. എന്തോ അളന്നിട്ട് അത് തൂക്കുന്ന ഒരു യന്ത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് ഏതോ ഒഴിച്ചിട്ടേ അതിന്റെ തൂക്കവും കൂടെ നോക്കുന്ന ഒരു യന്ത്രമാണെന്ന് തോന്നുന്നു, പഴയ ഒരു യന്ത്രമാണ്. ഇത് പെട്രോമാസ്. ഇത് പറ, ആനക്കൊക്കെ നല്ല വളർന്നു കൊടുത്തുകൊണ്ടിരുന്ന പണ്ട് കാലത്തെ പറ. ഇത് ഒരു പടി, അരപ്പടി, ലിറ്റർ. വിക്ടോറിയ ഷിപ്പിംഗ്. അത് പഴയ വിക്ടോറിയ രാജ്യത്തിന്റെ ഷിപ്പിംഗ് ഉള്ള ബൈനക്കുളാണ്. അത് ഇപ്പോഴത്തെ ഇംഗ്ലണ്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അത് 100 വർഷത്തിനടുത്ത് പഴക്കമുണ്ട്. 1915 10 കിലോമീറ്റർ ദൂരം പിടിക്കും. അതിങ്ങനെ നമ്മൾ ഇങ്ങോട്ട് തള്ളിവിടും. കണ്ടിട്ടില്ലേ സാഹിബന്മാരൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ദൂരത്തേക്ക് നോക്കുന്ന അത് ജപ്പാനിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് വെച്ചുകൊണ്ടിരുന്ന ഒരു മറ്റേ രക്തപരിശോധന നടത്തുന്ന അതിന്റെ സർട്ടിഫിക്കറ്റ്. അത് അന്ന് ഈ സാധനം കൊടുക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അന്നത്തെ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പുറത്തെ കടൽപ്പുറ്റ് പഴയ കുപ്പികള്, നടുക്കിരിക്കുന്ന കുപ്പി അത് തിരിശേഷിപ്പൊക്കെ സൂക്ഷിക്കുന്ന കുപ്പിയാണ്. പച്ചക്കളറുള്ള കുപ്പിയാണ്. ഇപ്പോഴത്തെ മദ്യം ഈ പ്ലെയിന് സാമ്പിൾ മദ്യം കൊടുക്കുന്ന കുപ്പിയാണ്. അത് വാളല്ലാതെ അതൊരു മദ്യം കുപ്പിയാണ്. അതിന്റെ അടപ്പ് ഇത് മൂരിക്കഴിഞ്ഞാൽ അതിനകത്ത് അടപ്പ് തുറക്കാം. വാള് പോലെ തന്നെ അതിന്റെ വാള. അത് പ്രത്യേക ഒരു വെള്ളിക്കോല രാജഭരണകാലത്ത് തൂക്കുന്ന ഒരു യന്ത്രമാണ് ഇത്. അതിങ്ങനെ ഓരോ വരകളുണ്ട് വിത്താൽ. അതിങ്ങനെ തൂക്കം നമ്മൾ നൂലിട്ട് മേലോട്ട് പിടിച്ചാകുമ്പോൾ ആ ഓരോ വരയ്ക്കും ഓരോ തൂക്കവും. അപ്പോൾ ഇതിനകത്ത് സാധനം കൂടുതലുണ്ടെങ്കിൽ ഇങ്ങോട്ട് മറിയും, അത് ഇങ്ങോട്ട് മറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കുറവ് എടുത്താൽ മതി. ഇത് എറണാകുളത്തൊരു കോളേജിൽ എക്സ്കർഷൻ വെച്ചിരുന്ന കറണ്ടിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ഇത് ഡൈനാമ കറക്കുമ്പോൾ ഇത് ഡൈനാമയുടെ കറക്കുമ്പോൾ ഇവിടെ കറണ്ട് വരുന്നു. കറണ്ട് വന്നിട്ട് അതിന്റെ വോൾട്ടുകളൊക്കെ നിർണ്ണയിക്കുന്ന ഒരു യന്ത്രങ്ങളാണ്. ഇത് കൽപ്പരണി. എത്ര വർഷം പഴക്കമാണ്?
അതിനൊരു 100 വർഷം പഴക്കമാണ്. ഇത് ഗൗളിപ്പരണി, കൊട്ടാര വൈദ്യന്മാരൊക്കെ വെച്ചോണ്ട് ഗൗളിപ്പരണി എന്ന് പറയും. കൊട്ടാര വൈദ്യന്മാരൊക്കെ വെച്ച് ഇതിങ്ങനെ ഒരു കയറുണ്ടായത് കൂടി ഇത് മൂക്കയർ പോലെ പൊക്കെ പിടിക്കാവുന്ന ആണ്. അത് സാധാ പന്നിയാണ്. ഇത് തിരികല്ല്, പണ്ട് അരിയൊക്കെ പൊടിച്ചിരുന്ന തിരികല്ല്. അത് ഉപ്പിട്ട് വെക്കുന്ന ഒരു പാത്രം. അത് റാത്തൽ കട്ടി. ഇത് ചങ്ങഴി എന്ന് പറയും, നാഴിക. ഇത് മരുന്നടിക്കുന്ന തോണിയ. ഇതെടുക്കണ്ട, തെറ്റി വെച്ചെന്നുള്ളത്. ഇത് ഏറ്റവും പഴയ സോഡാക്കുപ്പി. ഇതാ. അത് കഴിഞ്ഞ് വന്ന വട്ട് സോഡ, അത് കഴിഞ്ഞ് വന്ന സോഡാക്കുപ്പി ഇത്. പിന്നെയാണ് മറ്റുള്ള സോഡാക്കുപ്പികളൊക്കെ വന്നത്. ഇതും ഒരു കുപ്പിയാണ്. കോഴിപ്പൂവിൻ്റെ തലയായിരുന്നു. അത് തല നമുക്ക് കിട്ടിയില്ല. ഇതൊക്കെ പണ്ട് ആശുപത്രികളിലെ കുപ്പികളാണ് മരുന്നെടുക്കുന്നത്. ഇത് കടമറ്റത്ത് കത്തനാര് ഒന്നാമൻ. ഇത് ഇടുക്കി ഡാം കണ്ടുപിടിച്ച കൊലുമ്പൻ. ഇത് ഇപ്പം നമ്മളവിടെ 50 പൈസയുടെ മുദ്രപത്രം വരെ കണ്ടു. 25 പൈസയുടെ മുദ്രപത്രം ഉണ്ട്. പക്ഷേ ഇന്ന് ഇത് 30 ഉറുപ്പിക എന്നാണ് ഇതിന് ഭയങ്കര വിലയാണ്. ഇതിന് വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൊച്ചി രാജാവിൻ്റെ മുദ്രപത്രത്തിൽ ഒരു വെളുത്ത ജൂതായിക്ക് എഴുതി കൊടുത്തൊരു എഗ്രിമെൻറ്റ്, ജൂതൻ. അതുകൊണ്ടാണ് അത്ര അതിന് വില വന്നത്. ഇതതിൻ്റെ ഒരു എഡിറ്റോറിയം എന്നുള്ളതേ ഉള്ളൂ. ജൂതാ തെരുവ് അതിൻ്റെ ഒരു എഡിറ്റോറിയം എന്നുള്ളതാണ്. ഇതിന്റെ വെയിറ്റ് ഇതൊന്ന് പൊക്കി. അങ്ങനെ പൊങ്ങല. ഇത്രയും ഭയങ്കര വെയിറ്റ് ആണ്. 60 വോൾട്ട് മതി. ഇത് എത്ര വർഷമുണ്ട്? ഇത് 1932 1932 ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള. ഇതിന്റെ ഇല പിറ്റിയത് ഇല ഒടിക്കുക ഭയങ്കര സൗന്ദര്യ. 1932 പത്രം ഉണ്ട്, മാതൃഭൂമിയുടെ. പിന്നെ ഫാനിപ്പോൾ കാണിച്ചു. പിന്നെ പണ്ട് കാലത്ത് അളക്കുന്ന ചെങ്ങല അറിയോ? ചെങ്ങലയുണ്ട്. ഇങ്ങനെ ഒരുപാട് വസ്തുക്കൾ ഇനി ഇതിനകത്ത് കയറ്റി വെക്കാറുണ്ട്. നമുക്ക് അതിനകത്ത് ഇട ഇച്ചിരി കുറവാണ്. അതുകൊണ്ട് വരുന്നവർക്കൊക്കെ വന്ന് ഇതെല്ലാം കാണാനുള്ള. ഓക്കെ, ഇത് കറക്റ്റ് സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? ഇത് കട്ടപ്പന വന്നിട്ട് വള്ളക്കടയിൽ വന്നിട്ട് ഓട്ടോക്കാരോടോ അല്ലെ ഡ്രൈവർമാരോ മ്യൂസിയത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ മതി. ടോമീസ് മ്യൂസിയം. നമ്പറും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. 95 44 89 63 51 51. അപ്പോൾ ഈ നമ്പറിലൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ സമയം വിളിച്ച് നേരത്തെ ചോദിച്ചിട്ട് വരുവാണെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. വ്യക്തമായിട്ട് ഇത് എന്താണ് എന്നുള്ള എല്ലാം പറഞ്ഞു കൊടുക്കും അല്ലേ. നമ്മുടെ ടോമീസ് അച്ഛൻ്റെ മ്യൂസിയം കണ്ടല്ലോ അല്ലേ. നല്ല അടിപൊളി മ്യൂസിയം കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സംഭവം. നമുക്ക് ഇവിടെ വന്ന് എല്ലാം വ്യക്തമായിട്ടെല്ലാം പറഞ്ഞു തന്നു. അതിൽ കൂടുതൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ കൂടുതലും സ്കൂളിൽ പഠിക്കുന്ന ടീച്ചേഴ്സുമാർ അങ്ങനെയുള്ളവരിത് കാണുവാണെങ്കിൽ അവരെയൊക്കെ ടൂർ പോകാൻ വേണ്ടി മറ്റുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരെ കാണിക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ധാരാളം സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഉള്ളവരും ഇവിടെ കൊണ്ടുവന്ന് അവരെ എല്ലാം ഇതൊന്ന് കാണിക്കണം. ഇതൊക്കെ ജീവിതത്തിൽ ഒരു സ്ഥലത്ത് കണ്ടു കിട്ടാൻ പാടാണ്. ഈ കട്ടപ്പന വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇതുപോലെ ടോമീസ് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിയം ഉണ്ടെന്നൊക്കെ. മനുവിൻ്റെ അളിയനാണ് നമുക്ക് ഈ സംഭവമൊക്കെ പറഞ്ഞു തന്നത്. ഇവിടെ ഇങ്ങനൊരു സംഭവമുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഇതെല്ലാം കണ്ട് കേട്ടു. എല്ലാം വളരെ നല്ല ഒരു സംഭവം തന്നെയാണ് കേട്ടോ. മനു, എങ്ങനെയുണ്ട് നമ്മുടെ അച്ഛൻ്റെ മ്യൂസിയവും കാര്യങ്ങളൊക്കെ? ശരിക്കും അതൊരു വിസിറ്റ് ചെയ്യേണ്ട ഒരു വല്ലാത്ത പാഷനുള്ള ഒരാളാണ് ടോമി അച്ചായന്. ആള് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന എഫേർട്ട്, ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കാണുമ്പോഴേ നമുക്ക് വളരെ ഒരു ഇൻസ്പിറേഷനാണ്. ശരിക്കും നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ കാണാൻ പറ്റാത്ത ഒത്തിരി സാധനങ്ങൾ, ഒത്തിരി ഐറ്റംസ് ഇവിടെയുണ്ട്. ഈവൻ ഒരു മ്യൂസിയത്തിൽ പോയാലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഇലാബറേറ്റഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം കിട്ടുന്ന ഒരു മ്യൂസിയമാണ്. അപ്പം എല്ലാവരും വന്ന് കാണണം. മ്യൂസിയത്തിൻ്റെ പേര് ടോമീസ് മ്യൂസിയം എന്നാണ്. ആൾക്ക് ഗവൺമെൻറ്റിൻ്റെ തരത്തിൽ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മ്യൂസിയം. അപ്പം അത്ര ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ക്വാളിറ്റിയുള്ള സാധനങ്ങളും അതുപോലെ വൃത്തിയായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിയം കൂടിയാണ്. നമ്മുടെ ആ പുറകെ കണ്ട ആ ഒരു ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഈ പെരയ്ക്കകത്തൂടെ അവർ സെറ്റ് ചെയ്ത് വിട്ടേക്കുന്നതാണ്. ഇത് കണ്ട വെള്ളം ചാടുന്നത്.
മീനെല്ലാം കൂടെ വന്നിവിടെ ആർമാദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടോമി ചേട്ടൻ്റെ മ്യൂസിയവും സംഭവങ്ങളൊക്കെ നമ്മൾ വന്ന് കണ്ടു. ഇത്രയും വർഷം പഴക്കമുള്ള അനേകം സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കണം കേട്ടോ. കുഞ്ഞുങ്ങളും ഇതൊന്നും കാണാത്തവരുമൊക്കെ വന്ന് കാണേണ്ടത്. അതുപോലെ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ ഒരു ചെറിയൊരു ടൂറ് സെറ്റ് ചെയ്യുമ്പം ഇതിനോട് അടുത്ത് കിടക്കുന്ന സ്കൂളുകളുമൊക്കെ ഇതൊക്കെ വന്നൊന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കാണിക്കണം. അവർക്കൊക്കെ അതൊക്കെ കണ്ട് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. അച്ഛൻ അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽസായിട്ട് പറഞ്ഞും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ നമ്പറൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് ആ സമയം നോക്കി വന്ന് നിങ്ങളിതെല്ലാം വന്ന് കാണുക. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇവിടെ നമുക്ക് വരാൻ വേണ്ടി നമുക്കൊരു അവസരം ഒരുക്കുന്നത് നമ്മുടെ സാബു ചേട്ടനാണ്, നമ്മുടെ മനുവിൻ്റെ അങ്കിളാണ്. അപ്പോൾ നമ്മൾ ചേട്ടനെ വിളിച്ച് ചോദിച്ചിട്ടാണ് നമ്മളിവിടെ വന്നതൊക്കെ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനും മറക്കല്ല്. ഇൻസ്റ്റാഗ്രാമിൽ നല്ല നല്ല ഫോട്ടോസുകളൊക്കെ ഇടുന്നുണ്ട്, അതൊക്കെ കാണാൻ മറക്കല്ല് കേട്ടോ. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഹിമാലയം സൈഡിൽ കാണുന്ന ടൈപ്പ് ഏലമാണ് ഈ കാണുന്നത്.